നമ്മൾ ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബദാം, ഇതപ്പോൾ ബദാം ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം, വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റായി വേവിക്കാം. ഇനി ക്യാരറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് യോജിച്ച് സോഫ്റ്റ് ആവട്ടെ. ഈ ക്യാരറ്റ് നല്ലവണ്ണം വെന്ത് വരണം. ക്യാരറ്റ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് 1.5 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നല്ലവണ്ണം തിളക്കട്ടെ. അപ്പൊ ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് സേമിയ വറുത്തത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മളെ സേമിയ വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച സാവുനരി ചേർത്ത് കൊടുക്കാം. സാവുനരി ഇട്ട ശേഷം നമുക്ക് അരച്ച് വെച്ച ക്യാരറ്റ്, വേവിച്ചിട്ട് അരച്ച് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇടാം. ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് നെയ്യിലിട്ടിട്ട് നമ്മൾ മൂപ്പിച്ചില്ലേട്ടോ, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പായസത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കുറവാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ബദാം നെയ്യിൽ വറുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.